ആനയെഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തതിൽ സന്തോഷമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. പൂരപ്രേമികളുടെ വിജയമാണ്. ജനങ്ങളുടെ ആവശ്യം സുപ്രീംകോടതി മനസ്സിലാക്കി. ഹൈക്കോടതി തീരുമാനം തെറ്റായിരുന്നുവെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ. എല്ലാത്തിനും പിന്നിൽ ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് ജനം ടിവിയോട് പറഞ്ഞു. ചെറിയ ക്ഷേത്രങ്ങൾക്കും പൂരപ്രേമികൾക്കും വേലാഘോഷങ്ങളും ഉത്സവങ്ങളും അതേപോലെ പള്ളി നേർച്ചകളും അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ ആഘോഷങ്ങളും ആനയെഴുന്നള്ളിപ്പുള്ള എല്ലാ ആഘോഷങ്ങളും അതിനുവേണ്ടി പണിയെടുക്കുന്ന അതിനുവേണ്ടി ധാരാളം സമയം കളയുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അവരുടെ വിജയമാണ് ഇത് ബഹുമാനപ്പെട്ട പരമോന്നത കോടതി ഇത് മനസ്സിലാക്കുകയും ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഒരാവശ്യമാണ്, ആചാരമാണ്, കേരളത്തിൻ്റെ തനത് കലകളുടെയും തനത് എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ഒരാവശ്യമാണ് എന്നുള്ളതിന് ഏറ്റവും ഉത്തമ തെളിവാണ് ഇന്ന് സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ സ്റ്റേ ലഭിക്കൽ. തീർച്ചയായിട്ടും ദേവസ്വങ്ങൾക്ക് വളരെയധികം ആശ്വാസമായി. ദേവസ്വങ്ങൾക്ക് മാത്രമല്ല, എല്ലാ പൂരം, വേല, പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ കമ്മിറ്റികൾക്കും വലിയ ആശ്വാസമാണ്. അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പേരിൽ വേട്ടയാടി കേസെടുക്കുന്ന ഒരു നിലപാടായിരുന്നു ഇവിടെ. അതിപ്പോൾ എന്തായാലും മാറിക്കിട്ടി. എല്ലാ സംഘാടകർക്കും ഇനി സമാധാനമായിട്ട് കാര്യങ്ങൾ നടത്താം. വാർത്തയുടെ വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഹൈക്കോടതിയുടെ ഈ നിയന്ത്രണങ്ങൾ അപ്രായോഗികമെന്ന് കണ്ടെത്തിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, ചട്ടം പാലിച്ച് ആന എഴുന്നള്ളിപ്പ് നടത്താമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ചട്ടങ്ങൾ രൂപവൽക്കരിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്ക് ഏറ്റെടുക്കാനാകില്ലെന്ന് ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസ് BV നാഗരത്ന അഭിപ്രായപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായി. എന്താണ് ഈ വിധിയിൽ നിന്ന് നമുക്ക് വിലയിരുത്താനാകുന്നത്? നീലിമ, ഇക്കഴിഞ്ഞ നവംബർ 14-ാം തീയതിയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് മാർഗരേഖ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഇടക്കാല ഉത്തരവ് പുറത്തിറക്കിയത്. ഈ ഇടക്കാല ഉത്തരവാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങളും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഹൈക്കോടതി ഇറക്കിയ മാർഗനിർദ്ദേശങ്ങൾ അപ്രായോഗികമെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഈ ചട്ടങ്ങൾ പാലിച്ച്, അതായത് നിലവിലെ ചട്ടം എന്താണോ നിയമം എന്താണോ അതനുസരിച്ച് ആന എഴുന്നള്ളത്ത് നടത്താമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. നിലവിലെ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് മാർഗനിർദ്ദേശം ഇറക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു നിരീക്ഷണം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അത് മാത്രവുമല്ല, ശൂന്യതയിൽ നിന്ന് ഉത്തരവ് ഇറക്കാനാകില്ല എന്നാണ് ജസ്റ്റിസ് നാഗരത്ന വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ചട്ടങ്ങൾ രൂപവൽക്കരിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്ക് ഇല്ല എന്നുള്ള ഒരു നിരീക്ഷണം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഈ തിരുവമ്പാടി ദേവസ്വവും അതോടൊപ്പം തന്നെ പാറമേക്കാവ് ദേവസ്വങ്ങളും നൽകിയ അപ്പീൽ ഹർജികൾ സുപ്രീം കോടതി അതിൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. എതിർകക്ഷികളായിട്ടുള്ള സംസ്ഥാന സർക്കാർ, അതോടൊപ്പം തന്നെ ആന ഉടമകളുടെ സംഘടനകൾ തുടങ്ങിയവർക്ക് ഈ നിലവിൽ ഈ ഒരു നോട്ടീസ് അയച്ചുകൊണ്ട് വിശദീകരണം തേടിയിരിക്കുന്നത്. എന്തായാലും ഈ മാർഗനിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ തന്നെ അപ്രായോഗികമെന്ന് വിവിധ ദേവസ്വങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. കാരണം ഈ പ്രധാനമായിട്ടും പറയുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ആനകൾ തമ്മിൽ 3 മീറ്റർ അകലപരിധി വേണം, ആനകളും ജനങ്ങളും തമ്മിൽ 8 മീറ്റർ അകലപരിധി വേണം. അതുകൂടാതെ ഒരു ദിവസം, അതായത് പൊതു റോഡിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ആന എഴുന്നള്ളത്ത് പാടില്ല തുടങ്ങിയ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളായിരുന്നു ഈ മാർഗരേഖയിലൂടെ ഹൈക്കോടതി പുറത്തുവിട്ടത്. ഈ ഒരു മാർഗരേഖ അവലംബിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പൂരം നടത്തിപ്പിനെ അത് ബാധിക്കുമെന്നുള്ള ഒരു നിലപാടും വാദവുമായിരുന്നു സുപ്രീം കോടതിയിൽ ഹർജിക്കാർ മുന്നോട്ട് വെച്ചത്. 250 വർഷത്തിലേറെ പഴക്കമുള്ള അല്ലെങ്കിൽ ആചാരപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ തന്നെ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം വരുമെന്നും ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ കപിൽ സിബൽ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. മറ്റൊരു നിരീക്ഷണം കൂടി സുപ്രീം കോടതി ഈ സ്റ്റേ അനുവദിച്ചുകൊണ്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് മൃഗസംരക്ഷണം ആചാരത്തെ യാതൊരു ഘട്ടത്തിലും ബാധിക്കരുത്. ഇതിൽ മൃഗസംരക്ഷണ സംഘടനകൾ എതിർവാദം ഉന്നയിച്ചിരുന്നു. അതായത് ആന എഴുന്നള്ളത്ത് എന്ന് പറയുന്നത് മൃഗങ്ങളോടുള്ള ക്രൂരതയുടെ പരിധിയിൽ വരുമെന്നുള്ള ഒരു വാദമായിരുന്നു ഈ മാർഗരേഖയെ അനുകൂലിച്ചുകൊണ്ട് മൃഗസംരക്ഷണ സംഘടനകൾ സുപ്രീം കോടതിയിൽ മുന്നോട്ട് വെച്ചത്. ഹൈക്കോടതിയിൽ
മൃഗസംരക്ഷണ സംഘടനകൾ നൽകിയ ഹർജിയിലും സ്വമേധ എടുത്ത കേസിലുമായിരുന്നു ഇത്തരത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് ഇറങ്ങിയത്. എന്തായാലും മൃഗസംരക്ഷണം ആചാരത്തെ ബാധിക്കരുത്, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കണം. അതുമാത്രമല്ല, നിലവിലെ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ആന എഴുന്നള്ളത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് മാർഗരേഖ പുറത്തിറക്കിയെന്നുകൂടി സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പ്രസ്തുത മാർഗരേഖ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഭക്തരടക്കം പ്രതിഷേധം ഉന്നയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹൈക്കോടതി ഈ മാർഗരേഖ പുറപ്പെടുവിച്ച വേളയിൽ മതാചാരം, അതായത് ഈ അനിവാര്യമായിട്ടുള്ള മതാചാരമായിട്ട് ആന എഴുന്നള്ളത്തിനെ കാണാനാകില്ല എന്നുള്ളൊരു നിരീക്ഷണം അന്ന് നടത്തിയിരുന്നു. അത് വലിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഹൈക്കോടതിയുടെ അധികാര പരിധിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ടാണ് മാർഗരേഖ ഇറക്കിയതെന്നും നിലവിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഈ മാർഗരേഖ നിലകൊള്ളുന്നതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആന എഴുന്നള്ളത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മാർഗരേഖ അടങ്ങിയ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. നീലിമ. ശരി രേഷ്മ, ഇപ്പോൾ ആനന്ദ് പുത്തൂർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ആനന്ദ്, വലിയ അനിശ്ചിതത്വം ക്ഷേത്രങ്ങളെ സംബന്ധിച്ച്, ക്ഷേത്ര ഭാരവാഹികളെ സംബന്ധിച്ചൊക്കെ ഉരുത്തിരിഞ്ഞൊരു പ്രശ്നം, പൂരപ്രേമികളെ സംബന്ധിച്ച് അങ്ങേയറ്റം വേദനയുണ്ടാക്കിയ ഒരു കാര്യം, അതുപോലെ തന്നെ ആനയുടമ സംഘത്തിനും അവരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഹൈക്കോടതി വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അതിനെല്ലാം ആ ഉത്തരവ് കൃത്യമായി സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആശ്വാസം പ്രകടിപ്പിക്കുകയാണ് ഈ ബന്ധപ്പെട്ട കക്ഷികൾ എല്ലാം, അല്ലേ? തീർച്ചയായിട്ടും നീലിമ, അതായത് തൃശ്ശൂരിലെ ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. തൃശ്ശൂരിലെ മാത്രമല്ല, കേരളത്തിലെമ്പാടുമുള്ള പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം, ദേവസ്വങ്ങളെ സംബന്ധിച്ചിടത്തോളം, ആനയുടമകളെ സംബന്ധിച്ചിടത്തോളം, വാദ്യ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം, പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം നൽകുന്ന ഒരു സുപ്രധാന തീരുമാനം തന്നെയാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന്റെ നിരവധി പ്രതികരണങ്ങൾ തന്നെ ഇതോടകം വന്നു കഴിഞ്ഞു. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടിരുന്നു. വളരെ വലിയ സന്തോഷം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ഭഗവാന്റെ ഒരു ഐശ്വര്യം, ഭഗവാന്റെ ഒരു കരുണ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം ജനതയോട് അല്പം സമയം മുമ്പ് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഒരു നിയമ പോരാട്ടത്തിൽ തീർച്ചയായിട്ടും ആശ്വാസകരമായിട്ടുള്ള ഒരു വിധി തിരുവമ്പാടിയും പാറമേക്കാവും ഒടുവിൽ വാങ്ങിയെടുത്തിരിക്കുന്നു. ഇനി ഈ തവണയും തൃശ്ശൂർ പൂരം എങ്ങനെയാണോ നടത്തിയിരുന്നത് അതുപോലെ തന്നെ ഇത്തവണയും തൃശ്ശൂർ പൂരം നടത്തുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം വത്സന്തലിംഗേരി അടക്കമുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമ്മേളനങ്ങൾ പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ അതിനുള്ള എല്ലാ വഴികളും തുറന്നിരിക്കുന്നു. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിയമനിർമ്മാണം തന്നെ നടത്തണം, അത്തരത്തിലൊരു ബില്ല്, ചട്ടം കൊണ്ടുവരണമെന്ന് തന്നെയാണ് പാറമേക്കാവിന്റെ ആവശ്യം. എന്തായാലും ഈ മാസങ്ങളായിക്കൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് കാഴ്ചവെച്ചിരുന്നത്. പ്രത്യേകിച്ച് ഈ ആറാട്ടുപുഴ പൂരം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1000-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ഒരു പൂരമാണ്. ഏറ്റവും അധികം ചടങ്ങുകളുള്ള ഒരു പൂരമാണ്. ആനയെ ഒഴിവാക്കിക്കൊണ്ടൊന്നും ഇത്തരം ചടങ്ങുകൾ നടത്താൻ സാധിക്കില്ല എന്ന് കമ്മിറ്റി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ആറാട്ടുപുഴയിൽ പ്രതീകാത്മകമായിട്ടുള്ള ഒരു പൂരം നമ്മൾ കണ്ടു. തിരുവമ്പാടിയും പാറമേക്കാവും ചേർന്ന് വടക്കുന്നാഥന്റെ സന്നിധിയിൽ പ്രതീകാത്മകമായിട്ടുള്ള പൂരം ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി നടത്തിയത് നമ്മൾ കണ്ടു. നാടെങ്ങും ആചാര സംരക്ഷണ കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് നമ്മൾ കണ്ടു. ഹിന്ദു ഐക്യവേദിയുടെയും മറ്റ് ദേവസ്വങ്ങളുടെയും ഭക്തജന കൂട്ടായ്മകളുടെയും പൂരപ്രേമി സംഘങ്ങളുടെയും അടക്കം